പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ഗുണമുള്ള ഏത്തപ്പഴം എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഒത്തിരി പഴുത്തുപോയാൽ ചിലർക്കെങ്കിലും അതിനോട് താല്പര്യമില്ല. എന്നാൽ എത്ര പഴുത്തുപോയ ഏത്തപ്പഴമാണെങ്കിലും അത് കളയാതെ വളരെ രുചികരമായും ആരോഗ്യപ്രദമായും ഒരടിപൊളി പലഹാരം ഈ ഏത്തപ്പഴം വെച്ച് ഉണ്ടാക്കാം. ഏത് സമയത്ത് കഴിക്കാവുന്നതും ഉണ്ടാക്കാൻ എളുപ്പവുമാണ് ഈ പലഹാരം. മിക്സിയോ ഓവനോ ഒന്നും ഉപയോഗിക്കാതെ ഒരു പാനിൽ കുറച്ച് ചേരുവകൾ വഴറ്റി ആവിയിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ ഈ രുചികരമായ പലഹാരം തയ്യാറായി. കാണാനും കഴിക്കാനും നല്ലതായ പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതുപോലെ അതിനകത്ത് കുറച്ച് ഉണക്കമുന്തിരിയും ഇടുക. മുന്തിരി ചെറുതായി വീർത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ച ഒരു ഏത്തപ്പഴം പാനിലേക്കിട്ട് ഇളക്കുക. ഇതൊന്ന് വഴന്നു വരണം. വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായി ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും കൂടെ ഇട്ടിളക്കണം. എന്നിട്ട് ക്യാരറ്റ് ഒന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ഇടുക. തേങ്ങയും ക്യാരറ്റും ഏത്തപ്പഴവും എല്ലാം കൂടെ നന്നായി ഇളക്കുക. ഇപ്പോൾ ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ വഴന്ന ഈ കൂട്ടിലേക്ക് 1 കപ്പ് അഴുക്കൊന്നുമില്ലാത്ത ശർക്കര ഇടണം. ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ചെടുക്കണം. അപ്പം കൂടുതൽ നേരം ഇളക്കേണ്ടി വരും. ശർക്കര എല്ലാം ഇട്ട് ഇളക്കി നന്നായി യോജിപ്പിക്കുക. ലേശം ഉപ്പിടുക. ഉപ്പ് കൂടിപ്പോകരുത്. എന്നിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് ഇളക്കുക. അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം 1 കപ്പ് റവ കൂടിയിട്ട് ഇളക്കുക. റവ വറുത്തതോ വറക്കാത്തതോ ആകാം. റവയും ഇതിനകത്ത് നല്ലതായി മിക്സായി കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൂടുള്ള മിക്സിലേക്ക് 1 കപ്പ് പാലൂടെ ഒഴിച്ച് വീണ്ടും ഇളക്കുക. എല്ലാം നല്ലതായിട്ട് യോജിച്ച് കഴിയുമ്പോൾ ഇത് 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ അടയ്ക്കാം. അങ്ങനെ അടച്ചു വെക്കുമ്പോൾ റവയെല്ലാം കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ റവയെല്ലാം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മിക്സ് കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കാനായിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. അങ്ങനെ വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി ഇത് മാറ്റി വെക്കുക. എന്നിട്ട് ഇത് പുഴുങ്ങാനായിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കുക. മാവ് കോരി ഒഴിക്കാനുള്ള പാത്രത്തിൽ ഓയിൽ ബ്രഷ് ചെയ്യുക. താല്പര്യമെങ്കിൽ ഈ മാവിലേക്ക് ലേശം ബേക്കിംഗ് സോഡ ഇടുക. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ നല്ലതായിട്ട് സോഫ്റ്റ് ആകും. അത് ഓപ്ഷനിലാണ്, ഇടണമെന്ന് നിർബന്ധമില്ല. എന്നിട്ടിത് സ്റ്റീമറിൽ ചൂടായ പാത്രത്തിലേക്ക് കോരി ഒഴിച്ച് അലങ്കരിക്കാനായിട്ട് ഗ്രേറ്റഡ് കോക്കനട്ടും ഗ്രേറ്റഡ് ക്യാരറ്റും ഇടുക. 15 മിനിറ്റ് സ്റ്റീം ചെയ്യുക. അത് കഴിയുമ്പോൾ വളരെ സോഫ്റ്റായതും ടേസ്റ്റിയുമായ എക്സലൻറ്റ് പലഹാരം റെഡിയായി. ഏത്തപ്പഴം ധാരാളം ലഭിക്കുന്ന സമയങ്ങളിൽ ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള വെറൈറ്റി പലഹാരം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.